നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന തീരുമാനം അത് നിങ്ങളൊന്ന് അറിയാം. നമുക്കൊന്ന് നോക്കാം എനർജി. അവരെന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്ന തീരുമാനം, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, അതല്ലെങ്കിൽ അവരെന്താണ് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കണക്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. പ്ലസ് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി കൂടി നമുക്ക് നോക്കി തന്നെ കടന്നു പോവാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ നോക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവണം കേട്ടോ. കാരണം ഇത് ജനറൽ റീഡിങ്സ് ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും റെസണേറ്റ് ആവാം, ആർക്ക് വേണമെങ്കിലും ഈ റീഡിങ്സ് കറക്റ്റായിട്ട് വരാം. പക്ഷെ അവർ എത്രത്തോളം അവരുടെ പ്രസൻസിനെ ഒരു റീഡിങ്സിലേക്ക് സമർപ്പിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. കൂടാതെ തന്നെ അഫർമേഷൻസ് എഴുതുക കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് തന്നെ എഴുതണം. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ആണെന്ന് ഞാൻ എല്ലാ റീഡിങ്സിലും പറയുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്നെ എഴുതുക. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാൻ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്നൊരു ക്യാരക്ടറുള്ളൊരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി. എത്ര കൊണ്ട് പറഞ്ഞാലും ഈ ഒരു വ്യക്തിക്ക് സ്നേഹം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ സ്നേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാനുള്ള ഒരു എനർജി വൈബില്ല. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള പേഴ്സൺ അല്ല. ആ വ്യക്തി ഫോക്കസ്ഡ് ആയിരിക്കും ഏത് ബന്ധത്തിൽ നിന്നാലും. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കപ്പെടണം എന്നുള്ള ആ ഒരു പ്രകടനം വളരെയധികം ബുദ്ധിമുട്ടി തോന്നിക്കുന്ന കുറച്ചൊരു എന്താ പറയുക ഒരു ഈഗോയൊക്കെ ഉള്ളൊരു പേഴ്സൺ. ഈഗോ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എന്താ പറയുക എല്ലായിടത്തു നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് ഉള്ള ഒരു എനർജിയാണ്. കുറച്ച് നാണമൊക്കെ ഉള്ള സൈസ്. അതല്ലെങ്കിൽ മറ്റൊരാളോട് തൻ്റെ ആ ഒരു ബലഹീനത തനിക്കുള്ള ആഗ്രഹം പറയുക എന്നത് വളരെ കുറച്ചിൽ പോലെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു മൈൻഡ് ലോസ് ഫീലിങ്സ് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറുള്ളൊരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ആ ഒരു പേഴ്സൺ അത് നേടിയെടുക്കാനോ പ്രകടിപ്പിക്കാനോ കഴിയാത്ത വിധം എപ്പോഴും സിറ്റുവേഷൻസുകളിൽ നിന്ന് എല്ലാ ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എന്നാൽ എല്ലാവരുമായിട്ട് വളരെയധികം ജോളിയായിട്ട് കണക്റ്റഡ് ആകാനും ആ വ്യക്തിക്ക് സാധിക്കുന്നൊരു എനർജിയാണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കി മേടിക്കാനോ കൊടുക്കാനോ കഴിവില്ലാത്തൊരു പേഴ്സണാണ്. അങ്ങനെ ഒരു എന്താ പറയുക ഉള്ളിലുണ്ടാകും കാര്യങ്ങളൊക്കെ, അത് പുറത്തേക്ക് അതങ്ങ് പ്രകടിപ്പിക്കാൻ വളരെ കുറവായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ വളരെ കോൺഫിഡൻസ് ആണ്, വളരെ ഫ്രീഡം എനർജിയുള്ള കാര്യങ്ങൾക്കൊക്കെ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളെ തരണം ചെയ്ത് ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനൊക്കെ ആയിട്ടുള്ള നല്ല മനക്കരുത്തുള്ള നല്ല സ്ട്രോങ് മൈൻഡ് സെറ്റുള്ളൊരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത്. നിങ്ങളെ സംബന്ധിച്ച് ഭയമില്ലാതെ നിങ്ങൾ ബന്ധങ്ങളിലാണെങ്കിലും സിറ്റുവേഷൻസിലാണെങ്കിലും ഫേസ് ടു ഫേസ് കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാനുള്ളൊരു വിൽ പവർ എനർജി ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റും ആയതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സെപ്പറേഷൻ ഫീലിങ്സ്, അതായത് ഒരു എന്താ പറയുക ഒരുപാട് പൊരുത്തക്കേടുകളുടെ ഒരു എനർജി പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സഡൻ ആക്ഷൻ എടുക്കുന്നൊരു ക്യാരക്ടറും ഈ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ സ്ലോവിലി ചെയ്താൽ ചെയ്തു, വിളിച്ചാൽ വിളിച്ചു, പറഞ്ഞാൽ പറഞ്ഞു, 3-4 വാക്കുകൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ ഒതുക്കി തീർക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് പറയേണ്ടി വരും.
ആ സമയം നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് കേട്ടോ. ഒരിക്കലും മറ്റൊരിടത്ത് ഇങ്ങനെ താണു കൊടുക്കാനും തോറ്റു നിൽക്കാനൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. സഡൻ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ക്ലാരിറ്റി വരുത്തും. അതായത് ഫൈറ്റിംഗ് ചെയ്യുന്നതിനും വലിയ മടിയൊന്നുമില്ലാത്തൊരു ക്യാരക്ടർ തന്നെയാണ് നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഈ വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും കൂടുതലും വൈകാരികമാകുന്ന അടുപ്പത്തേക്കാൾ കൂടുതൽ നിങ്ങൾ യുക്തി എനർജി അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മെൻ്റൽ ക്ലാരിറ്റിയിലേക്ക്, അതായത് ഭയത്തെ, വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ചിന്തകളെ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം മനസ്സിൽ വരുന്ന ആ ഒരു വൈകാരികമാകുന്ന ഇമോഷണൽ എനർജികളെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുന്ന, അതായത് പ്രകടിപ്പിക്കാതെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള ഒരു എനർജിയായിട്ട് കാണാൻ സാധിക്കും. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിലേക്ക് അവരെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയുള്ള ഒരു ന്യൂ ബിഗിന്നിങ് എനർജിയാണ് കേട്ടോ. പുതിയ തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതും ചെറിയ രീതിയിലല്ല, നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വരാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പ്രൗഡായ, നിങ്ങളുടെ ഒരു വിൽ പവർ എനർജി അവരെ കൂടുതൽ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാക്കി തീർക്കാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് നിങ്ങളുടെ ആ റിലേഷനിലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്ന നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം, നിങ്ങൾ എത്രത്തോളം ആ ഒരു ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അംഗീകരിച്ചു തുടങ്ങിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവർ ഇമോഷൻസിനെ ഹൈഡ് ചെയ്തത്, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യം ഈ ഒരു റിലേഷനിൽ ഇല്ലായിരുന്നു. കാര്യങ്ങളെല്ലാം എപ്പോഴും നല്ല സ്മൂത്തായിട്ട് അങ്ങ് പഴയതുപോലെ പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയും അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ ഈ റിലേഷനിൽ എടുക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ഫാമിലി പ്രസൻസ് ആണ്. അതായത് സ്വന്തമാക്കുക, അത് ഏത് തരത്തിലെ ബന്ധമായിക്കോട്ടെ, സിംഗിൾ എനർജി ആയാലും ഫാമിലി എനർജി ആയാലും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയാലും സ്വന്തമാക്കുക, ഒരു ഹാപ്പിനെസ് ആയ ഒരു ലൈഫ് സിറ്റുവേഷൻ, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി കടന്നു പോകാൻ സാധിക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അവരുടെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു ചിന്ത അവരിലേക്ക് വരാനുണ്ടായ കാരണം ഇത്രയും നാളും അവർക്കിടയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അവരുടെ തോട്ട്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. അവർ ചിന്തകളെ ബ്രേക്ക് ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു. അതായത് അവർക്ക് ഭയം ഉണ്ടായിരുന്നു കാണാം, ചുറ്റുമുള്ള സാഹചര്യങ്ങളെ അവർ ഭയന്നിട്ടുണ്ടാവാം, അവരോടൊത്തുള്ള ചില വ്യക്തി ബന്ധങ്ങളെ അവർ ഭയന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അവരെ തന്നെ അവർക്കുള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു കാണാം. കോൺഫിഡൻസ് ഉണ്ടോ, വിൽ പവർ ഉണ്ടോ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു കാണാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് ഈ ബന്ധത്തെ എത്തിക്കാൻ സാധിക്കുന്നത്, അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം വരാനുള്ള കാരണം നിങ്ങളുടെ ടൈം ചേഞ്ചിങ് ആയിരിക്കുന്നു. അവരുടെ സമയങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവർക്ക് കുറച്ച് തിരിച്ചറിവ് വന്നിരിക്കുന്നു. നിങ്ങൾക്കിടയിലൊരു സെപ്പറേഷനിലൂടെയാണ് കടന്നു പോയതെങ്കിൽ ആ ഒരു സെപ്പറേഷൻ എനർജിയിൽ നിന്നും അവരിപ്പം കുറേ പാഠങ്ങൾ പഠിച്ചു എന്ന് തന്നെയാണ്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി എന്നുള്ളതും ഇത് ആ വ്യക്തിയുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു റിലേഷൻ, വ്യക്തിബന്ധം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ അവരുടെ ഉള്ളിൽ ചുറ്റുപാടുകളെ അവർ പേടിച്ചിരുന്ന, അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ എന്തു പറയും, എന്ത് ചിന്തിക്കും, എങ്ങനെ പോകും എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്ന അടുത്ത് നിന്ന് ഇപ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസിലേക്ക് വരാൻ കാരണം നിങ്ങളുടെ സമയം, ആ വ്യക്തിയുടെ തന്നെ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് ആൾ മാറിയതും, പ്ലസ് ഇതൊരു ഡെസ്റ്റിനിയിൽപ്പെട്ട, ഇതെൻ്റെ ലൈഫിലുള്ള ബന്ധമാണ്, ഇതങ്ങനെ മാറ്റി വെക്കേണ്ടതല്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടി അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഇവർ എത്രത്തോളം സെപ്പറേറ്റഡ് ആണെങ്കിലും ബന്ധത്തിനകത്തൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉള്ളപ്പോഴും എല്ലാം നിങ്ങളെ ചിലപ്പോൾ കുറച്ച് പെയിൻ നൽകി
നൽകിക്കൊണ്ട് അവരുടെ ആ ഒരു സൈലൻറ്റ് ക്യാരക്ടർ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് മനസ്സ് തുറന്ന കാര്യങ്ങൾ പറയാതെ നിന്നതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതൊക്കെ ആ ഒരു സിറ്റുവേഷൻസിലൂടെ പോകുമ്പോഴും ഇവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു പക്ഷേ കുറച്ചൊക്കെ മാറി ഒരു റിലേഷനിൽ നിന്ന സമയത്തുമെല്ലാം ഇവർ നിങ്ങളെ ഇങ്ങനെ വാച്ചിങ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എല്ലാം ഓക്കെ ആവുമായിരിക്കും, എനിക്ക് ഒരു റിലേഷനിൽ അക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഈ ബന്ധത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈം വരും എന്നൊക്കെ ഈ ഒരു പേഴ്സൺ തന്നെ സ്വയം ചിന്തിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് പാസ്റ്റ് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഗുഡ് ന്യൂസാണ്, അതായത് ഡിലേ ആയിരുന്ന, അതായത് കാത്തിരുന്നതിൻ്റെ ഫലമെന്ന് പറയുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വരാൻ പോകുന്നത്. അതായത് ഒരു ആക്ഷനും എടുക്കാണ്ടിരുന്ന വ്യക്തി, എപ്പോഴും എല്ലായിടത്തും ഒരു സാമട്ടിൽ സൈലൻ്റായിട്ട് നിന്ന പേഴ്സൺ ഇനി ആക്ഷൻ എടുക്കുകയാണ്. ആ ഒരു ഡിലേ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിഷൻ സിറ്റുവേഷൻസ് അവസാനിച്ചിട്ട് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുതിയതായ ഒരു സാഹചര്യം വരുന്നു. കാരണം അവർക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു സോൾ കണക്ഷൻസ് ഉണ്ട്. സോൾ കണക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയുടെ പവർഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ബന്ധം മാറുകയാണ്. ഒരാൾക്ക് ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മാറുകയാണ്. ആ ഒരു മാറ്റമെന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു ടെലിപ്പതി എനർജി പോലെ നിങ്ങളിലേക്കും ആ വ്യക്തിയിലേക്കും ഇങ്ങനെ എനർജി കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണോ ഇമോഷണലി സ്ട്രെസ് അനുഭവിക്കുകയാണ്, പെയിൻ അനുഭവിക്കുകയാണ്, അതല്ലെങ്കിൽ ഇമോഷണലി ഒരു ഹാപ്പി മൊമെൻറ്റ്സ് അവരുടെ കഴിഞ്ഞുപോയ ചില സമയങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതൊരു സന്തോഷകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുവെങ്കിൽ അതുപോലെ തന്നെ ആ വ്യക്തിയിലേക്കും അത് കണക്റ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും നിങ്ങൾക്കിടയിൽ പ്രകൃതി തന്നെ കണക്റ്റ് ചെയ്ത ഒന്നാണ് ടെലിപ്പതി മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് ഇമോഷൻസ് ആണോ ആ ഓരോ സമയത്തും മറിഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ അവരിലും കണക്റ്റഡ് ആയിക്കൊണ്ടിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതിലൂടെയൊക്കെ അവർ മനസ്സിലാക്കിയത് ഇതെൻ്റെ ഒരു ഡെസ്റ്റിനിയിലുള്ള ബന്ധമാണ്, ഞാൻ എത്രത്തോളം സെപ്പറേറ്റഡ് ആയാലും എനിക്ക് പവർ ലോസിങ്, എനർജി ലോസിങ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഈ ഒരു റിലേഷനിൽ ഞാൻ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കാണിച്ചാൽ, കുറച്ചും കൂടി ബന്ധത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ അത് ആ വ്യക്തിക്കൂടി ഗുണകരമാകുമെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവരിപ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എനർജി വരുന്നുണ്ട് കേട്ടോ. ആ വ്യക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോളിംഗ് എനർജി ഉടനെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു അതൊരു കൺഫ്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും പെർഫെക്റ്റ് എന്ന നിലയിൽ അയാളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസിൽ, അത് മസ്കുലിൻ ആയിക്കോട്ടെ ഫെമിനിയൻ ആയിക്കോട്ടെ, ആ ഒരു പേഴ്സൻ്റെ മുന്നിലുള്ള പല ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നതും ഏറ്റവും പോസിറ്റീവായിട്ട് നിലനിൽക്കാമെന്ന് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ എനർജിയിൽ തന്നെയാണ്. ഒരു പക്ഷേ പാസ്റ്റിലേക്ക് ആ വ്യക്തി നോക്കുമ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ തന്നെയാണ് ആ വ്യക്തിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യം കിട്ടിയതെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് മറ്റു വ്യക്തി ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ വളരെ ശക്തമാകുന്ന ഒരു ഡിസിഷൻ എടുക്കാനും ചിലയിടങ്ങളിൽ യാതൊരു രീതിയിലും കണക്റ്റഡ് ആവാതെ മറ്റുള്ളവർക്ക് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ബൗണ്ടറി ഇടാനും ഈ ഒരു പേഴ്സൺ സ്ട്രോങ് ആയിട്ട് തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ആ വ്യക്തിയോട് മുന്നിൽ രണ്ട് സിറ്റുവേഷൻസുകളെ കണക്റ്റ് ചെയ്ത് നിർത്തുന്ന ചില വ്യക്തിബന്ധങ്ങളുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിങ്ങളാണ് പ്രാധാന്യമെന്ന് ഉറച്ച സ്വരത്തിൽ പറയാനുള്ള ഒരു പവർ എനർജി ഈ വ്യക്തിക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണെ എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ ആ വ്യക്തി എത്ര അവോയ്ഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് ആ വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ 10 ഓഫ് സോഴ്സിൽ
പേഴ്സൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കർമ്മ ഹീലിംഗ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ വ്യക്തമായിട്ടൊരു കർമ്മ ഹീലിംഗ് എനർജിയാണ് കാണുന്നത്. അതായത് ഒരു കൂടിച്ചേരൽ, ഒരു മാരിയേജ് എനർജിയുടെ പ്രസൻസ് ആണ് നമുക്ക് ആ ഒരു എനർജിയെ കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പം സിംഗിൾ എനർജിയിലൊക്കെ ഉള്ളവർക്ക് വിവാഹം എന്ന ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോഴും കുറച്ച് ടോക്സിക് മടുപ്പ് തോന്നുമെങ്കിലും നിങ്ങളെ തന്നെയാണ് ആ വ്യക്തി ഹോൾഡ് ചെയ്തിരുന്നത്, നിങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടാവാം. കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ പരാതികളും കുറ്റങ്ങളും ഒക്കെ കണക്ട് ചെയ്ത് വരുമ്പം, അല്ലെങ്കിൽ ആ വ്യക്തി വിളിക്കുന്നില്ല, കണക്ട് ചെയ്യുന്നില്ല, ഒഴിവാക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു സംസാരം കമ്മ്യൂണിക്കേഷൻ രീതിയുടെ പ്രോബ്ലംസിൻ്റെ ഫലമായിട്ടും തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ വലിച്ചിട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ വരുന്ന സമയത്തുമൊക്കെ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ഉൾവലിഞ്ഞ് നിൽക്കാനുണ്ടായ കാരണം. അതൊക്കെ ഈ ഒരു വ്യക്തി ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. അതൊക്കെ ഒരു ഡബിൾ എനർജി പ്രസൻസ്, ഒരു എന്താ പറയുക, ബന്ധത്തിൻ്റെ ആ ഒരു ആർദ്രത അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണതയെ മനസ്സിലാക്കാതെ പവർ ലൂസിങ് വന്നതാണ്. അതൊക്കെ ഒരു സമയത്തിൻ്റെതാണ്, മോശം ടൈമിങ്ങിലൂടെ കടന്നുപോയൊരു സിറ്റുവേഷൻസ് ആണ് എന്നുള്ളതും ഈ വ്യക്തി വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യുക. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയും സ്വരച്ചേർച്ചക്കുറവുകളും ഇമോഷണലി ഉള്ള ആ ഒരു ബ്ലോക്കേജുകളെയും എല്ലാം മറികടന്ന് തീർച്ചയായിട്ടും നല്ല സ്ട്രോങ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക്, നല്ല ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഇനി മറ്റൊന്നിലേക്ക് ഫോക്കസ്ഡ് ആവേണ്ട, അല്ലെങ്കിൽ മറ്റൊരു തീരുമാനം വേണം, ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്നവർ വ്യക്തമായിട്ടും കണക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും റീയൂണിയൻ പ്രസൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഒരു പക്ഷേ മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യവും കൂടി നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റീയൂണിയനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകുമെന്നുള്ളൊരു എനർജി കൂടി കാണുന്നുണ്ട്. എന്താണെങ്കിലും വളരെയധികം ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു ബൗണ്ടറി ഇട്ട് നിങ്ങളെ മാറ്റി നിർത്തിയെങ്കിലും അവരാ മാറി നിൽക്കുന്ന സമയത്തും അസ്വസ്ഥതയായിരുന്നു. സ്വസ്ഥമാകുന്നൊരു അന്തരീക്ഷത്തിലൂടെയല്ല കടന്നുപോയത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന പോസിറ്റീവായ നിമിഷങ്ങൾ, ഇതെല്ലാം ഇവരെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ച ഒരു സമയങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണേലും ഒരു ഹൈഡ് എനർജിയിൽ നിന്നും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക്, പ്രൗഡായൊരു തീരുമാനത്തിലേക്കാണ് ഇവർ തിരിച്ചു വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ഈഗോ എനർജിയൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. കാരണം അവർ പറയുന്ന വാക്കിന് വാല്യൂ കൊടുക്കുക, അവരുടേതാകുന്ന തീരുമാനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വാശികൾ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം അതൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പം അവർക്ക് അങ്ങനെയൊന്നുമില്ല, അവർക്കൊരു തീരുമാനവുമില്ല, അവർക്ക് മറ്റുള്ളവരനുസരിക്കണമെന്നുള്ള ആഗ്രഹവുമില്ല. പ്ലസ് അവരൊരു എന്താ പറയുക, ലൈഫിലൊരു സമാധാനപരമാകുന്ന ഒരു ലൈഫിലൊരു പോസിറ്റീവാകുന്ന സ്വസ്ഥതയുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്താണെങ്കിലും അവർ ഈ ബർഡനൊക്കെ ഇറക്കി വെക്കണം. ഒരു സെലിബ്രേഷൻ, സന്തോഷം വേണം. എന്താണോ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ചെയ്യേണ്ടത്, നല്ലത് സന്തോഷകരമാകുന്ന എന്ത് ആക്ഷനാണോ എടുക്കേണ്ടത് അത് അവരെടുക്കാൻ തയ്യാറാണ്. അതായത് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. അവർ നീതി നടപ്പിലാക്കണം. അവരെന്താണോ ചെയ്യേണ്ടത്, അവരെന്ത് നീതിയാണോ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കാൻ അവർ തയ്യാറാണ്. അതായത് റീയൂണിയൻ എനർജി തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും നിൽക്കുന്ന റിലേഷനാണെങ്കിലും അതിൽ നിന്നും കൂടുതൽ സ്ട്രോങ് ആയിട്ട്, കൂടുതൽ പ്രൗഡായിട്ടുള്ളൊരു സിറ്റുവേഷൻസിലേക്ക് മാറുക എന്നത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിന് കുറച്ച് സമയമെടുത്താലും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ളത് ക്ലിയറായിട്ട് തീർത്ത് സ്വസ്ഥമാകുന്നൊരു ആക്ഷനിലേക്ക് മാറുക എന്നതാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകാനും ആ കപ്പ് ഓഫ് ലവ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിലെത്താനാണ്. അതായത് പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നുള്ളൊരു എനർജിയിലൂടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരിക്കലും വരില്ല.
സമ്പൂർണ്ണമായിട്ടും ഒരു പൂർണ്ണതയിലേക്ക് എത്തുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഈ ഒരു പേഴ്സൺ വന്നു ചേർന്ന് നിൽക്കുന്നത്. അപ്പം ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇതിനെ ഒരു ലോങ് ടൈം സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുമോ, ഇതെൻ്റെ പാർട്ട്ണറാണ്, ഇതാണ് എൻ്റെ സോൾ കണക്ഷൻ, ഇതാണ് എനിക്ക് ഈ ജന്മത്തെ എൻ്റെ ഡെസ്റ്റിനിയിലെ വ്യക്തി എന്നുള്ളത് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ അപ്പോഴും ഒരു പ്രയോറിറ്റി വരുന്നുണ്ട്. മറ്റെന്തോ ഒന്ന് ഒരു പക്ഷേ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു നഷ്ടം ഇവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു ചിന്തയായിരിക്കാം. നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും എല്ലാം മാറ്റി വെച്ച് കണക്റ്റ് ചെയ്യുമ്പം അവരുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാവാം, അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമായിരിക്കാം. ഒരു സിറ്റുവേഷൻസ് അവർക്ക് ആവാൻ അവസാനിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്, അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് കരിയർ മേഖലയാവാം, അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും സ്വപ്നങ്ങൾ, പാഷൻ, എനർജി ആവാം. അതവരിങ്ങനെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആയിട്ട് ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഉറച്ച തീരുമാനമാണ് അവരെടുക്കുന്നത് എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. തടസ്സങ്ങളെ മറികടക്കുക സ്ട്രോങ് ആയിട്ട്, വളരെയധികം വൈകാരികമായിട്ട് ചിന്തിക്കേണ്ടതല്ല, യുക്തിപൂർവം ചിന്തിക്കേണ്ടതാണ്. സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടതാണ്. ഫൈറ്റിംഗ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായാൽ തന്നെ ആ സാഹചര്യങ്ങളിൽ ഫൈറ്റിംഗ് ചെയ്ത് തന്നെ കടന്നു പോകണമെന്ന് തന്നെയാണ് അവരിപ്പോൾ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അവർ വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഈ ഒരു ജന്മം നിങ്ങളെ മാറ്റി നിർത്തിയാൽ അവർക്ക് സ്വസ്ഥമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുകയില്ല എന്ന ഒരു തിരിച്ചറിവ് അവരിൽ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കുന്നു എന്നതാണ് ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.